ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കാണിച്ചിട്ടില്ല ഞാൻ എൻ്റെ കാലിൻ്റെ കാര്യം. ഭയങ്കര ഡ്രൈനെസ് ആയിരുന്നു. ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഡ്രൈനെസ് ആയിരുന്നു. നമുക്ക് സ്ലിപ്പർ പോലുള്ള ഔട്ട് സൈഡ് സ്ലിപ്പേഴ്സ് ഒന്നും ഇടാൻ പറ്റില്ല. കാറിലെ ഡാർക്ക് മാർക്കും വരണ്ടെല്ലാം ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കൊറിയൻ പാക്കിനെ പറ്റി. ഫുഡ് പാക്ക്, അങ്ങനെ ഞാനത് മേടിച്ചു കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു സാധനം കേട്ടോ. ഇതിനകത്ത് രണ്ട് കാലിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറില്ലേ, പോളിത്തീൻ കവർ, അതുപോലത്തെ രണ്ട് പാക്കറ്റാണ് വരുന്നത്. ഷൂ മാതിരിയുള്ള രണ്ടെണ്ണം. അത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, ഒരുമിച്ചതിരിക്കുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ലെയർ മാതിരിയുണ്ട്. ആ ലെയറിൽ ഫുള്ള് നമ്മളിങ്ങനെ ഒരു ഓയിലി എന്താ പറയുക കണ്ടൻ്റാണ്. നമ്മളിതാ ഇത് കൂട്ടത്തിന് ഈ ഒരു കാലിൽ വേറെ ചെയ്തേക്കുന്നതിനോട്ട് തന്നെ നമ്മളത് രണ്ട് കാലിലും വേറെ ചെയ്ത് നൈറ്റ് 2 hours അവർ പറയുന്നത്. പക്ഷെ ഞാൻ സ്ലീപ്പിംഗ് ബിഫോർ അത് യൂസ് ചെയ്തു. അന്നേരം മോർണിംഗിലാണ് അത് റിമൂവ് ചെയ്തത്. നമ്മളത് ഇട്ട് രണ്ട് കാലിലും നല്ല വൃത്തിക്ക് കാല് കഴുകി ഡ്രൈനെസ് ആക്കിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇത് എഫക്റ്റ് ആവത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതുകൂട്ട് തന്നെ ചെയ്തത്. കാരണം പരീക്ഷിക്കാൻ നിന്നില്ല. 18 dirhams ആയിരുന്നു ഇതിന് ഒരു പാക്കറ്റിന്. ഓക്കെ. അപ്പോൾ രാത്രിയിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങി. നമ്മൾ നല്ലതായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് അത് ഇട്ടത് കേട്ടോ. അത് കഴിയുമ്പോൾ കിടന്നുറങ്ങി രാവിലെ അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ അത് ചെയ്ത് കളയണം. അപ്പോഴാണ് കയ്യിൽ കണ്ടത്. ഇന്നലെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഒരു ഐലൈനർ ഞാൻ മേടിച്ചിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കുളിച്ചു, ഫുഡ് കഴിച്ചു, പിന്നെ പാത്രമൊക്കെ വാഷ് ചെയ്തു, എന്നിട്ടും അത് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കൊള്ളാതിരിയും പോയിട്ട് മേടിക്കണം. അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മളത് റിമൂവ് ചെയ്യുവാണ് രാവിലെ റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഓയിലി സ്ട്രക്ചർ നമ്മുടെ കാലിലുണ്ട്. കാലിപ്പോൾ കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല മോയ്സ്ചറൈസറൊക്കെ തേച്ച് വെച്ചേക്കുന്നതിൻ്റെ കൂട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫോണ് താഴെ പോയിനെ അത് ഓപ്പണാക്കി. അപ്പോൾ അത് റിമൂവ് ചെയ്യാണ്. അത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ്, അതിൽ തന്നെ നമ്മുടെ കാല് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്തു. ജസ്റ്റ് അങ്ങനെയൊന്നും അവർ പറയുന്നില്ല, ജസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അത് ചെയ്ത് അത് എടുക്കുമ്പോൾ തന്നെ നല്ല നല്ല വൃത്തിയുള്ള കാലായിട്ടായിരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, നമ്മൾ നല്ല മോയ്സ്ചറൈസറായിട്ട് കാലകാലം വൃത്തിക്ക്. ഞാൻ പിന്നെ ഇടയ്ക്ക് ഒരു 2 month ഒക്കെ ആകുമ്പോൾ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ പോലും, അങ്ങനെ ചെയ്തിട്ട് പോലും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല, ഈ അബുദാബിയിലെ ക്ലൈമറ്റ് ആണോ അറിയില്ല, കാലിന് ഭയങ്കര ഡ്രൈനെസ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേയ്സിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. തേർഡ് ഡേയിലും ഒരു ചലഞ്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷേ 5ാമത്തെ ദിവസം തൊട്ട് ജസ്റ്റ് ഷൂ ഇട്ടപ്പോൾ കാലിന് എന്തോ ഒരു ഫീലിങ്സ് പോലെ തോന്നി. ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ബ്രേക്കിൽ വന്നപ്പോൾ കാല് ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പീൽ ചെയ്ത് വരുന്നത് കേട്ടോ. ആദ്യം ഒന്ന് ടെൻഷനായെങ്കിലും പക്ഷേ സംഭവം പൊളിയാണ്. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ അത് റിമൂവ് ചെയ്യുവാണ്. സംഭവം പൊളിയാന്ന് ഞാൻ പറയുന്നില്ല. ഹെൽത്ത് വൈസ് മേ ബി നോട്ട് ഓക്കെ. നാളെ വേണ്ടി നമ്മൾ ഈ ഡ്യൂട്ടിക്കും ജോലിക്കൊക്കെ പോകുന്നവരുടെ കാലൊക്കെ വൃത്തിക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുമല്ലോ. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ ചൂടിന് കാലെല്ലാം ടാൻ അടിച്ച് ഒരു പരുവായിട്ടിരിക്കുക. അങ്ങനെ അത് കുറേ പീൽ ചെയ്ത് വന്നു. പക്ഷേ ഇങ്ങനെ പീൽ ചെയ്യാനെ കൊണ്ടുള്ളത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ വലിച്ചെടുക്കരുത്. കാരണം ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു, ഒരാൾ ഇങ്ങനെ പീൽ ചെയ്യുമ്പോൾ അവരുടെ കാല് എന്താ പറയുക, നല്ല എന്താ പറയുക സ്ക്രാച്ചസും അങ്ങനെ ഇതൊക്കെ വീഴുന്നുണ്ട്. അതായത് ചെറിയ സ്കിന്നൊക്കെ വലിച്ചു പറിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് ബാങ്ക് വിളിച്ചതാണ്, ഞാൻ നിർത്തിയത് വീഡിയോ വോയിസ് റെക്കോർഡിങ്. അപ്പോൾ അങ്ങനെ പീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ പീൽ ചെയ്ത് ലാസ്റ്റ് ഒരു 8 ദിവസം കൊണ്ട് ഫുള്ള് പീൽ ചെയ്ത് കേട്ടോ. പീൽ ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ കണ്ടീഷനാണ് ഇത് കേട്ടോ. നല്ല ചേഞ്ചസ് പറഞ്ഞാൽ നല്ല ചേഞ്ചസ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം എൻ്റെ കാലിൻ്റെ ഇതാണ്, നോക്കൂ എന്ത് ഭംഗിയാണ് കാണാൻ.